ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൽ നിന്നാണ്. അത് DDSBയിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ ഡൽഹിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കൊടുത്തിരിക്കാം. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കാം 27/2/2026. സോ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് നോക്കാം 28/3/2026 ആണ് ക്ലോസ് ചെയ്യുന്നത് കൊടുത്തിരിക്കുക. സോ കുറേ പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. ഏതൊക്കെ പോസ്റ്റാണെന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ ടൂറിസം, അസിസ്റ്റന്റ് മാനേജർ ജനറൽ, അസിസ്റ്റന്റ് മാനേജർ അക്കൗണ്ട്സ്, അസിസ്റ്റന്റ് മാനേജർ ലീഗൽ, then assistant manager air ticketing, then assistant manager public relation, assistant grade IT, radiographer, optometrist, junior radiographer, അതേപോലെ തന്നെ മീറ്റർ ആൻഡ് റിലേ ടെസ്റ്റർ ഗ്രേഡ് റിപ്പോർട്ടർ, അതുപോലെ തന്നെ കാലിഗ്രാഫർ, ദെൻ പത്വാരി, ദെൻ ജൂനിയർ ലോ ഓഫീസർ, കെമിക്കൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, അതുപോലെ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ്, ബുക്ക് ബൈൻഡർ ആൻഡ് അസിസ്റ്റന്റ് മൈക്രോ ഫോട്ടോഗ്രാഫിസ്റ്റ്. ഇത്രയും വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സോ പറഞ്ഞു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 28/3/2026 ഈ ലിങ്ക് ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നേരിട്ട് വെബ്സൈറ്റിൽ പോകാവുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു ഇവിടെ നേരിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കാം. സോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏതൊക്കെ വേക്കൻസിയാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് മാനേജർ ടൂറിസത്തിലേക്കാണ്. ഡൽഹി ടൂറിസം ആൻഡ് ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കീഴിൽ വരുന്നതാണ്. ക്വാളിഫിക്കേഷൻ നോക്കാം. ആദ്യം മാസ്റ്റേഴ്സ് ഇൻ ടൂറിസം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ടൂറിസം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. സോ ഇവിടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. 3 വർഷത്തെ നിങ്ങൾക്ക് ടൂറിസം അല്ലെങ്കിൽ ട്രാവലർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 44,000 മുതൽ 1,42,000 വരെയാണ് സാലറി. രണ്ടാമത് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് മാനേജർ ജനറലിലേക്കാണ്. സോ 6 വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ടോട്ടൽ. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മാസ്റ്റർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ എനി ഡിസിപ്ലിൻ എന്നും പറയുന്നുണ്ട്. എസെൻഷ്യൽ എക്സ്പീരിയൻസ് ആവശ്യമില്ലെന്ന് കൊടുത്തിരിക്കുക. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സ് ആർക്കും അപ്ലൈ ചെയ്യാം. 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 44,000 മുതൽ 1,42,000 വരെയാണ് സാലറി. പിന്നീട് വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ അക്കൗണ്ട്സിലേക്കാണ്. 3 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ CA അല്ലെങ്കിൽ CMA പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. വിത്ത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. അതോടൊപ്പം 44,000 മുതൽ 1,42,000 വരെ സാലറി കിട്ടും. 32 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ നിർത്തിരിക്കുക. പിന്നീട് വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ ലീഗലിലേക്കാണ്. LLB വിത്ത് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. സോ 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ നിർത്തിരിക്കുക. പിന്നീട് വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ എയർ ടിക്കറ്റിംഗിലേക്കാണ്. ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഗ്രാജുവേറ്റ് വിത്ത് ഡിപ്ലോമ കോഴ്സ് കണ്ടക്ടഡ് ബൈ IATA ഓർ UFTAA, അല്ലെങ്കിൽ പിന്നെ ഗ്രാജുവേറ്റ് ഇൻ ടൂറിസം വിത്ത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ടിക്കറ്റിംഗ് റിസർവേഷൻ, അല്ലെങ്കിൽ പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇന്റർനാഷണൽ എയർ ടിക്കറ്റിംഗിൽ എന്നും പറയുന്നുണ്ട്. സോ അത് ഓർത്തിരിക്കുക. 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് മാനേജർ പബ്ലിക് റിലേഷൻ ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഗ്രാജുവേറ്റ് വിത്ത് ഡിപ്ലോമ ഇൻ PR, അഡ്വർടൈസിംഗ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം ആൻഡ് എക്സ്പീരിയൻസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പറയുന്നുണ്ട്. അത് ഓർത്തിരിക്കുക. 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ പിന്നീട് വന്നിരിക്കുന്ന അസിസ്റ്റന്റ് ഗ്രേഡ് IT അത് 6 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. BO BTech ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ട്. 3 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കൊടുത്തിരിക്കുക. 32 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ റേഡിയോഗ്രാഫർ ആണ്. റേഡിയോഗ്രാഫർ നോക്കുകയാണെങ്കിൽ 96 വേക്കൻസിയാണ് നിലവിൽ വന്നിരിക്കുന്നത്. +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 2 വർഷത്തെ കോഴ്സ്, അതായത് 2 ഇയേഴ്സ് കോഴ്സ് പഠിച്ചിരിക്കുന്ന റേഡിയോഗ്രാഫർ അല്ലെങ്കിൽ ഡിപ്ലോമ 2 ഇയേഴ്സ് കോഴ്സ് ഇൻ റേഡിയോഗ്രാഫർ അല്ലെങ്കിൽ BSc റേഡിയോഗ്രാഫർ അല്ലെങ്കിൽ റേഡിയോളജിക്കൽ ടെക്നോളജി 2 വർഷത്തെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. സോ ഇവിടെ എസെൻഷ്യൽ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. 18 മുതൽ 27 വയസ്സുള്ള കപ്പിൾ 25,000 മുതൽ 81,000 വരെയാണ് സാലറി. പിന്നീട് വിളിച്ചിരിക്കുന്ന ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. സോ +2 കഴിഞ്ഞാൽ +2 ഇൻ സയൻസ് പഠിക്കണം. അതോടൊപ്പം തന്നെ ഡിഗ്രി ഇൻ ഒപ്റ്റോമെട്രി 4 വർഷത്തെ ഡിഗ്രി എടുത്തവർക്കും അപ്ലൈ ചെയ്യാൻ നിർത്തിയിരിക്കും. സോ ഇതിന് എസെൻഷ്യൽ എക്സ്പീരിയൻസ് ഇല്ല. 21 മുതൽ 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സോ നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് ജൂനിയർ റേഡിയോഗ്രാഫർ ആണ്. സോ അതിന് വേണ്ടത് മെട്രിക് വിത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഡാർക്ക് റൂം ഓഫ് എക്സ്റേ ആൻഡ് റിലേ ടെസ്റ്റ് ഗ്രേഡിലേക്കാണ് വന്നിരിക്കുന്നത്. 34 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ അതർ ക്വാളിഫിക്കേഷൻ IT ഇൻ ഗ്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ ഓർ കോമ്പറ്റൻസി ക്ലാസ് 1 എന്നും പറയുന്നുണ്ട്. ഡിപ്ലോമ ഹോൾഡേഴ്സിന് ഒരു പ്രിഫറൻസ് കിട്ടുമെന്ന് ഓർത്തിരിക്കുക. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. 18 മുതൽ 32 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സോ പിന്നെ റിപ്പോർട്ടർ ആണ്. റിപ്പോർട്ടറിലേക്ക് വന്നിരിക്കുന്ന ബാച്ചിലർ ഡിഗ്രി ഇൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. സ്കിൽ ടെസ്റ്റ് ആവശ്യമുണ്ട്. ഡിറ്റക്ഷൻ 10 മിനിറ്റ്, സ്പീഡ് 100 വേർഡ്സിന് എന്ന് പറയുന്നുണ്ട്. പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഓൺ കമ്പ്യൂട്ടർ എന്നും പറയുന്നുണ്ട്. സോ ഇതിന് എസെൻഷ്യൽ എക്സ്പീരിയൻസ് ആവശ്യമില്ല. 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാമത് വെച്ചാൽ കാലിഗ്രാഫറിലേക്കാണ്. സോ +2 പഠിച്ചിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിക്രൻ പാസ് വിത്ത് ഉറുദു ആസ് എ എലക്ടീവ് സബ്ജക്ട് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ട്. പിന്നെ 2 വർഷത്തെ കോഴ്സ് ഇൻ കാലിഗ്രാഫി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. എസെൻഷ്യൽ എക്സ്പീരിയൻസ് ആവശ്യമില്ല. 18 മുതൽ 27 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ പട്വാരി എന്ന് പറയുന്നതിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രാജുവേറ്റ് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് പ്രൊഫഷൻസി ആണെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. 21 മുതൽ 27 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ജൂനിയർ റോയിലേക്കാണ്. ഡൽഹി അർബൻ ഷെൽട്ടർ ഇംപ്രൂവ്മെന്റ് ബോർഡിന്റെ കീഴിലാണ്. ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. പൊസസിംഗ് റെഗുലർ ഡിഗ്രി ഇൻ ലോ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബാർ കൗൺസിൽ എന്നും പറയുന്നുണ്ട്. സോ അതോടൊപ്പം തന്നെ 32 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിച്ചിരിക്കുന്നത് കെമിക്കൽ അസിസ്റ്റന്റ് ആണ്. 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. BSc വിത്ത് കെമിസ്ട്രി
അല്ലെങ്കിൽ 2 വർഷം അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ MSc ഇൻ കെമിസ്ട്രി ഓർ ബയോകെമിസ്ട്രി ഫോറൻസിക് സയൻസ് വിത്ത് കെമിസ്ട്രി ആസ് വൺ ഓഫ് ദ സബ്ജക്ട്. അല്ലെങ്കിൽ BSc ലെവൽ ഫ്രം മദ്രാസ് യൂണിവേഴ്സിറ്റി. അങ്ങനെ പഠിച്ചവർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. പിന്നീട് വിളിച്ചിരിക്കുന്നത് സ്റ്റെനോഗ്രാഫറിലേക്കാണ്. 3 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ബാച്ചിലർ ഡിഗ്രി ഫ്രം മദ്രാസ് യൂണിവേഴ്സിറ്റി. പാസിംഗ് ഓഫ് ദ ടെസ്റ്റ് ഇൻ ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പിംഗ് അറ്റ് മിനിമം 120 വേർഡ്സ് പെർ മിനിറ്റ് 40 വേർഡ്സ് പെർ മിനിറ്റ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പാസിംഗ് ഓഫ് ഹിന്ദി ആസ് എ ഷോർട്ട് ഹാൻഡ് 120 വേർഡ്സ് പെർ മിനിറ്റ് 35 വേർഡ്സ് പെർ മിനിറ്റ് എന്നും പറയുന്നുണ്ട്. സോ ഇനി ഇതാണ് പറയുന്നത് 30 വയസ്സ് വരെയുള്ള അഭിപ്രായം. ജൂനിയർ ലാബോറട്ടറി അസിസ്റ്റന്റ് ആണ് പിന്നീട് വിളിച്ചിരിക്കുന്നത്. ടോട്ടൽ 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. +2 പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ നിർത്തിക്കുക. വിത്ത് സയൻസ് വേണം. അല്ലെങ്കിൽ ഡിഗ്രി സയൻസ് എടുത്തവർക്കും അപ്ലൈ ചെയ്യാൻ നിർത്തിയിരിക്കുക. 18 മുതൽ 27 വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാം. ദെൻ ലാസ്റ്റ് വിളിച്ചിരിക്കുന്നത് ബുക്ക് മൈൻഡറിലേക്കാണ്. IT ഇൻ ബുക്കിംഗ് ബുക്ക് മൈൻഡിങ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. പിന്നീട് വിളിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് മൈക്രോ ഫോട്ടോഗ്രാഫിസ്റ്റിലേക്കാണ്. BSc വിത്ത് ഫിസിക്സ് ആസ് എ സബ്ജക്റ്റ് പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ റീപ്രോഗ്രഫിയിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. ഇത്തരം വേക്കൻസിയാണ് വന്നിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ത്രൂ അപ്ലൈ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഓർത്തിരിക്കാം. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് നോക്കാം. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC ST അതുപോലെ PWD എക്സ് സർവീസ് ബാങ്ക് കാൻഡിഡേറ്റിനൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. വുമൺ കാൻഡിഡേറ്റിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കി വരുന്ന കാൻഡിഡേറ്റിന് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് ഓർത്തിരിക്കുക. ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. അതോടൊപ്പം തന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. 0.25 മാർക്ക് ആയിരിക്കും നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആണ് എക്സെപ്റ്റ് ക്വസ്റ്റ്യൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുക DDSB എന്ന് പറയുന്നത് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെ അപ്ലൈ. താങ്ക് യു.